ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും അതുപോലെ ദേവയാനിയാണ്. അങ്ങനെ ഇവർ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ രണ്ടായിട്ടാണല്ലോ പോകുന്നത്. കാരണം ഒന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അനാമികയും ജലജയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ സത്യങ്ങൾ അറിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവയാനി ഫസ്റ്റ് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ അനാമികയോടും ജലജയോടും കുറച്ച് സംസാരിച്ച് തർക്കിച്ചിട്ട് നമ്മുടെ നയനയും പതുക്കെ ദേവയാനിയുടെ പുറകെ പോവുകയാണ്. അങ്ങനെ ഇവര് വിജനമായ ഒരു വഴിയിൽ ചെന്ന് രണ്ടുപേരും ഒരുമിച്ച് കണ്ടു കേട്ടോ, നമ്മുടെ നയനയും ദേവയാനിയും. അങ്ങനെ നമ്മുടെ നയന പറഞ്ഞു, അമ്മയെ നമ്മൾ ഇനി സൂക്ഷിക്കണം. അനന്തപുരി തറവാട്ടില് ഓരോ മുക്കിലും മൂലയിലും ചെവികൾ കാതോർത്ത് ഇരിപ്പുണ്ട്. നമ്മൾ മറച്ചു വെച്ചിരിക്കുന്ന ഈ രഹസ്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇനി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടാണല്ലോ നമ്മുടെ പുറകെ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമീപനമൊക്കെ പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതേ മോളെ, പക്ഷെ എന്ത് ചെയ്യാനാ, മോളോടുള്ള സ്നേഹം എനിക്ക് അടക്കി പിടിക്കാനായിട്ട് അങ്ങ് പറ്റുന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അറിയാതെ അങ്ങ് നമ്മളങ്ങനെ അങ്ങനെ നമ്മൾ മറയൊന്നും നോക്കാതെ അങ്ങ് മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനി ഏതായാലും നമുക്ക് ശ്രദ്ധിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതല്ലമ്മേ, എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇപ്പം എൻ്റെ അമ്മേനെ കുറിച്ച് ഓർത്തിട്ടാ. ഇന്ന് ഒരുപാട് മനസ്സ് വിഷമിച്ചിട്ടാ അമ്പലത്തിൽ വന്നിട്ട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അറിയാലോ, അമ്മയോടും അച്ഛനോടും സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആദർശേട്ടനെ ഇങ്ങനെ അവർ കുറ്റപ്പെടുത്തുമ്പോഴേ എനിക്ക് സഹിക്കുന്നില്ല അമ്മേ. ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ആദർശേട്ടന് എന്തുമാത്രം എൻ്റെ അമ്മ പറയുന്നത്. എൻ്റെ ആദർശേട്ടൻ നിരപരാധിയാണെന്ന് അറിയാതെയല്ലേ അമ്മ അവിടെ കിടന്ന് ഓരോന്ന് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഇതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടനെ കുറിച്ച് അമ്മ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അമ്മയ്ക്കല്ലേ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. ഹേയ് മോളെ, നീ ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട. എന്തിനാ മോളെ വിഷമിക്കുന്നത്? കനകയ്ക്കും ഗോവിന്ദനും ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ദൈവം അവർക്ക് ശിക്ഷയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. നീ എന്തിനാ കാട് കയറിയൊക്കെ ചിന്തിക്കുന്നത്? അല്ലമ്മേ, ഇനിയിപ്പോ ആദർശേട്ടന് ഞാനും ഒരുമിച്ച് വീട്ടിൽ പോകുമ്പം ആദർശേട്ടനെ അവര് ആ ഒരു രീതിയിലല്ലേ കാണത്തുള്ളൂ. ചിലപ്പോൾ ആദർശേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ആദർശേട്ടനെ ഹരാസ്മെന്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചെന്നൊക്കെ ഇരിക്കും. അതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, നോക്കി നിൽക്കാൻ പറ്റില്ല. പാവം എൻ്റെ ആദർശേട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ആദർശേട്ടൻ പിടിച്ചു നിൽക്കുക. മുത്തശ്ശന് വേണ്ടി, എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് തന്നെ വാക്കിന് വേണ്ടി ചന്തുമോളെ സ്നേഹിക്കുന്നുമുണ്ട്. അതൊക്കെ ശരിയാ, എങ്കിലും എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ ഒരു കുറ്റം ചെയ്ത ഒരു വൃത്തികെട്ടവനെ പോലെ, ഒരു അവിഹിതക്കാരനെ പോലെ കുഞ്ഞു നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പം സഹിക്കുന്നില്ലമ്മേ. സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ മോളെ. നീ അങ്ങനെയൊന്നും പറയരുത്. നമ്മള് അനന്തപുരി തറവാട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നില്ലേ? നീ നിന്റെ ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുന്നില്ലേ? നിന്റെ ചേച്ചിയുടെ ജീവിതം തകരില്ലേ? അതോർത്തിട്ടല്ലേ നീ നിന്റെ ചേച്ചിയുടെ മുമ്പിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഭിനയം നീ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത് നടത്തുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. മോള് കുറച്ച് നാൾ കണ്ണടച്ചങ്ങ് പോ. ഇനിയിപ്പം ഈ സത്യങ്ങളൊക്കെ വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യയുടെ ജീവിതം പോകും. നിന്റെ ചേച്ചിയുടെ ജീവിതം തകരുന്നത് നിനക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ. ഇപ്പൊ അവര് എങ്ങനെയോ ആയിക്കോട്ടെ, സ്നേഹിച്ച ജീവിക്കുന്നത്. അഭിയോടൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തകർത്ത് കഴിഞ്ഞാല് ചിലപ്പം നവ്യക്ക് മോളെ പോലെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. മോള് നല്ല കുട്ടിയാ, മോള് ക്ഷമയുള്ളവളാ, മോൾക്ക് എന്തും സഹിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് മോളുടെ ചേച്ചിക്കില്ല. അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, കനകയും ഗോവിന്ദനും ഇപ്പൊ ഇതിങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ മോനല്ലേ, ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, മോള് വിശ്വസിക്കുന്നുണ്ടല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാലോ. പിന്നെ ഒരു കള്ളത്തരം മറയ്ക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ആ ഒരു പരിധി വിടുമ്പോൾ നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ എന്തെങ്കിലും അറിഞ്ഞിരിക്കും. അതങ്ങനെയാണല്ലോ സത്യം. അതെന്താണെങ്കിലും മറ നീക്കി പുറത്തു വരും. കള്ളം ഒത്തിരി നാളൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി നയനയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ നയനിക്ക് വലിയ സമാധാനമൊന്നുമില്ല. സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് സമാധാനം കിട്ടുക അല്ലേ? ഏതായാലും ഇതിനിടയിൽ പറയുന്നുണ്ട്, എനിക്കിപ്പം വേറെ ഒന്നുമല്ല നോക്കാനുള്ളത്, നിങ്ങളുടെ രണ്ടിൻ്റെയും ജീവിതമാണ്. നയനെ, നീയും ആദർശും ഒരു സംശയവും ഇല്ലാതെ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്നില്ലേ? ഒരു കുടുംബത്തിലും കാണാത്ത കാര്യം അതൊക്കെ. ഈ വിശ്വാസം അത് കിട്ടാൻ കുറച്ച് പാടൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ മകനെ നിനക്ക് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ ആദർശിനും പൂർണ്ണ വിശ്വാസമാണ്. നിങ്ങളിങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി പരസ്പര വിശ്വാസത്തോടു കൂടി പോകുന്നത് കാണുമ്പം ഈ അമ്മയ്ക്കും അതുപോലെ മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ എന്ത് സന്തോഷം ഉണ്ടെന്നോ, അത് മതി, അത് മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജലജേനെയാണ് കാണിക്കുന്നത്. ജലജ അമ്പലത്തിൽ വന്ന് ഇങ്ങനെ ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട്
എനിക്കിപ്പോൾ തീരെ വിശ്വാസമില്ലാതെ വന്നിരിക്കുക. ആ, എങ്ങനെ വിശ്വസിക്കാനാ? എൻ്റെ കാര്യങ്ങളൊന്നും കൊണ്ട് സാധിച്ചു തരുന്നുമില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലജ ദൈവത്തിനോട് സംസാരിക്കുന്നു. അപ്പോൾ പൂജാരി അകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം പൂജാരി വന്നിങ്ങനെ പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു 100 രൂപ കൊടുത്തു. 100 രൂപ കൊടുത്തിട്ട്, അതേ, എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ 5ഉം 10ഒക്കെയാണ് തരാറുള്ളത്, ഇന്ന് 100 തന്നിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ, 100 തന്നെങ്കിൽ ചില്ലറ ഞാൻ തിരിച്ചു തരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയ്യോ, അതൊന്നും അല്ല ശാന്തി, ഇത് ഫുള്ള് ശാന്തിക്കുള്ളതാ. ഈ 100 രൂപ ശാന്തിക്ക് ഞാൻ തന്നതാ. പിന്നെ കുറച്ചു നേരം മുമ്പ് എൻ്റെ ഏടത്തിയൊക്കെ വന്നായിരുന്നല്ലോ. ഏടത്തിയുടെ കൂടെ ഒരുമിച്ചാണോ എൻ്റെ ഏടത്തിയുടെ മരുമകൾ വന്നത്? അത് പിന്നെ ആദ്യം ദേവയാനിയാണ് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞു വന്നത്. ഓ, അത് കഴിഞ്ഞിട്ടാണല്ലേ. പിന്നെ അവരിവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും സംസാരിക്കുകയോ പറയുകയൊക്കെ ചെയ്തു? എന്ത് സംസാരിക്കാനാ, എന്ത് പറയാനാ? അതെ, എന്നെ കണ്ട് സംസാരിക്കാനല്ലല്ലോ ഇവിടുത്തെ ഭക്തര് വരുന്നത് ദൈവത്തിനെ കണ്ട് സംസാരിക്കാനല്ലേ. പിന്നെ എന്താ, അവര് രണ്ടുപേരും നല്ലവര് തന്നെയാ. മരുമോളും അമ്മായിയമ്മയും നല്ല സ്നേഹത്തിൽ തന്നെയാ. അവരെ കണ്ടു പഠിക്കണം. സാധാരണ ഒരു മരുമോളും അമ്മായിയമ്മയാണ്, അങ്ങനെ തന്നെ വേണം. ആരെ? എൻ്റെ ഇടത്തിനെയും നയനെയും കണ്ടു പഠിക്കണമെന്നോ? അതേന്നേ. കാരണം അവരെത്ര സ്നേഹത്തിലാ ഉള്ളത്. മാത്രമല്ല, നയനിയുടെ പേരില് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുണ്ട് മിക്ക ദിവസവും. ഇവിടെ ദേവയാനി വന്നിട്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, അതിനിപ്പോ എന്താ? ഒരു മരുമകളുടെ പേരില് പുഷ്പാഞ്ജലി കഴിച്ചെന്നോർത്ത് അത് വലിയ തെറ്റാണോ? ഏയ്, അത് തെറ്റൊന്നും അല്ല. ഏതായാലും ശാന്തി അങ്ങോട്ട് ചെന്നാട്ടെ. അതെന്താ, കേൾക്കാനുള്ളതും പറയാനുള്ളതൊക്കെ തീർന്നോ? അല്ല, എന്തോ വലിയ കാര്യം പറയാൻ വന്നതുപോലെയാണല്ലോ. അല്ല, ഇനിയിപ്പോ ഈ 100 രൂപ തിരിച്ചു തരേണ്ടതുണ്ടോ? ദേ, ഈ 100 രൂപ തിരിച്ചു തരണ്ട, വേണമെങ്കിൽ ഒരു 100ഉം കൂടെ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരാം. എന്തിന്? ആ, അതൊക്കെ ഉണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇനി ശാന്തി അങ്ങ് പോയാട്ടെ എന്ന് പറഞ്ഞിട്ട്. ശാന്തിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലല്ലോ ഇവർ തമ്മിൽ ശത്രുത ഉണ്ടെന്നോ, നമ്മുടെ ദേവയാനിയുടെയും നയനിയുടെ ഈ സ്നേഹം മറച്ചു വെച്ചിരിക്കുകയാണോ, ഒന്നും ശാന്തിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ശാന്തി അതൊക്കെ പറഞ്ഞത്. ഓഹോ, അപ്പം ജലജ ഇതൊക്കെ കേട്ടിട്ട്, അപ്പം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തന്നെ ആയിരുന്നല്ലേ സംഭവം. അപ്പം മരുമോളും അമ്മായിയമ്മയും ഒന്നിച്ചിരിക്കുന്നു, എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോവുകയാണ് അനാമികയുടെ അടുത്തേക്ക്. മോളെ അനാമികയെ, മോളെ അനാമികയെ എന്ന് വിളിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെല്ലുക. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക ചോദിച്ചു, അല്ല, എന്താ അപ്പച്ചി, എന്താ അപ്പച്ചിയുടെ മുഖത്തൊരു വല്ലാത്ത സന്തോഷം? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? സന്തോഷിക്കാനുള്ള വക കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നത് വെറുതെ ആയില്ല. എന്താ എന്താ അപ്പച്ചി, അപ്പച്ചി എന്താ ഈ പറയുന്നത്? നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇത്രയും ദിവസം എൻ്റെ പൊന്നാര ഏടത്തി. നയനിയും ആ പൊന്നാര ഏടത്തി ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹത്തിലാണെന്ന് ആ ശാന്തിയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു. എല്ലാ ദിവസവും ദേവയാനി ഇവിടെ വരുമ്പം സ്വന്തം മരുമകൾക്ക് വേണ്ടി പുഷ്പാഞ്ജലിയും അർച്ചനകളൊക്കെ കഴിപ്പിക്കാറുണ്ടെന്ന്. സത്യമാണോ? സത്യമാണോ അപ്പച്ചി പറയുന്നത്? ഞാൻ കള്ളം പറഞ്ഞിട്ട് എന്തിനാ? ആ ശാന്തിയുടെ വായിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. രണ്ടുപേരും കൂടെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. അനന്തപുരി തറവാട്ടിൽ ഒരു വലിയ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുക. നമ്മളെയൊക്കെ പൊട്ടന്മാരും പൊട്ടികളും ആക്കുക. ഇന്ന് അതിന് അവസാനം ഉണ്ടാക്കി കൊടുക്കണ്ടേ മോളെ? വാ മോളെ, വണ്ടി കയറ്, നമുക്ക് കിട്ടിയ ചാൻസാ, അത് നമ്മൾ വിട്ടുകളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വണ്ടി കയറി ഇവരെങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ദേവയാനിക്കും നയനിക്കും എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അറിയില്ല. അപ്പൊ അത്രയും സത്യങ്ങളൊക്കെ നമ്മുടെ ശാന്തിയുടെ കയ്യിൽ നിന്ന് കേട്ടു. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിയെക്കുറിച്ചും അനാമിയെക്കുറിച്ചും. അപ്പം ബാക്കി എല്ലാവരുടെയും ജീവിതം ഒരുമാതിരി സേഫ് ആയിട്ട് പോകുന്നുണ്ട്. അനാമികയുടെയും അനിയുടെയും ജീവിതമാണ് ഒരു വഴിയും ഇല്ലാതെ വഴിമുട്ടി ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, നമ്മൾക്ക് അങ്ങനെ എല്ലാവരുടെയും ജീവിതം സമാധാനമായിട്ട് പോകുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നവ്യയും അഭിയും ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെങ്കിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നവ്യയുടെ മുമ്പിൽ. അവൻ ഒരു ശുദ്ധനാണെന്നോർത്ത് നവ്യ അങ്ങ് അപ്പാടെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നവ്യയ്ക്ക് അറിയില്ലല്ലോ തൻ്റെ ഭർത്താവ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന്. അവൻ ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, അതെ, തീരുമാനങ്ങളൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുന്നൊന്നും അറിയില്ലല്ലോ. ആദർശിനെയും നയനെയും ഓർത്തിട്ട് ഒരു സമാധാനം. ഞാനില്ലെങ്കിലും ഈ കുടുംബം നല്ല രീതിയിൽ തന്നെ ആദർശമോനും നയനമോളും കൊണ്ടുപോകും. ആ ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ദൈവം നമുക്ക് തന്ന നീതിയാ നമ്മുടെ നയനമോള്. അങ്ങനെ ഒരു പെൺകുട്ടി കയറി വന്നത് കൊണ്ടല്ലേ നമ്മൾ പോയാലും ഇനി ഈ കുടുംബം നല്ല രീതിയിൽ നിൽക്കാൻ പോകുന്നത്. അതേടോ, നമ്മുടെ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ശീലങ്ങൾ കണ്ടവർ പിന്തുടർന്ന് നല്ല രീതിയിൽ ഈ കുടുംബം എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകാൻ നമ്മുടെ നയനമോള് സഹായിക്കും. അതിൻ്റെ എല്ലാ
ക്രെഡിറ്റും നമ്മുടെ നയനമോൾക്കുള്ളതാ. അവള് എന്ത് കണ്ടാലും കേട്ടാലും അത് മനസ്സിൽ വെച്ചും അതുപോലെ തന്നെ പറയേണ്ട സ്ഥാനത്ത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവളല്ലേ. അല്ലെങ്കിൽ പിന്നെ ഭർത്താവിന് അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ആദ്യം എന്തായിരുന്നു ഇവിടെ നടക്കേണ്ടത്? അനന്തപുരി തറവാട്ട് തലതിരിച്ചെടുത്ത് വെക്കേണ്ടതല്ലേ? പക്ഷെ നയനമോളായതുകൊണ്ട് അത് ഉചിതമായി എല്ലാ തീരുമാനങ്ങളും എടുത്ത് സത്യത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ വരികയാണ് കേട്ടോ. അപ്പം നവ്യ വന്നിട്ട് പറഞ്ഞു, അതെ മുത്തച്ഛനും മുത്തശ്ശിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോടെ? അല്ല, അനന്തപത്മനാഭൻ ഉറങ്ങിയോ? ആ, അവനൊക്കെ ഉറങ്ങി. മുത്തച്ഛൻ ഒന്ന് ചോദിച്ചല്ലോ. പിന്നെ വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്, അഭിയെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അത് പിന്നെ അഭിക്ക് നല്ലൊരു പോസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ തെറ്റുകൾ ചെയ്തവർ ഇപ്പോഴും തലപ്പത്ത് തന്നെ ഇരിക്കുന്നത്. അത്രയും വലിയ ഇത് യോഗ്യതയൊന്നും എൻ്റെ ഭർത്താവിന് കൊടുത്തില്ല എങ്കിലും ഒരു 2 ബ്രാഞ്ചിൻ്റെ എങ്കിലും ചുമതല എൻ്റെ ഭർത്താവിന് കൊടുക്കത്തില്ലേ? ഇപ്പൊ എൻ്റെ ഭർത്താവ് മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയാ. ഞങ്ങളുടെ കുടുംബം മുന്നോട്ടേക്ക് നോക്കേണ്ടത് അഭിയും കൂടിയാ. അപ്പം ഞങ്ങൾക്ക് ഒരു നല്ല ജോലി ഇല്ലെങ്കിൽ മുത്തശ്ശ അത് ശരിയാവോ? അത് പിന്നെ മോള് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആദർശേട്ടന് MD സീറ്റിൽ ഇരിക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ അഭിക്ക് 2 ജ്വല്ലറിയുടെ ചുമതല കൊടുത്തുകൂടാ? മാത്രമല്ല ആദർശേട്ടനെ ഇവിടുന്ന് മാറ്റിക്കളയാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് അവിഹിതത്തിലൊരു കുഞ്ഞുമുണ്ടായി, എന്നിട്ടും ആദർശേട്ടൻ ഇവിടെ നിൽക്കുന്നു, ആദർശേട്ടൻ എല്ലാം തീരുമാനിക്കുന്നു. അതെവിടുത്തെ ന്യായമാണ് മുത്തശ്ശ? അതെങ്ങനെ ശരിയാകും എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പം, നവ്യേ മോളെ, നീ ഇപ്പം നിൽക്കുന്നത് ഏത് സ്റ്റാൻഡിലാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അഭി നല്ലവനാണ്, നിന്റെ ഭർത്താവ് നല്ലവനാണെന്ന് നീ വിശ്വസിക്കുന്നു. ഓക്കെ, അത് നിന്റെ വിശ്വാസം. അതുപോലെ എൻ്റെ കൊച്ചുമകൻ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദർശ്, അതെന്റെ വിശ്വാസം. അതുകൊണ്ടാണ് അവനെ ഞാൻ ഇപ്പോഴും MD സീറ്റിൽ തന്നെ ഇരുത്തിയിരിക്കുന്നത്. ഓ, അപ്പം ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് മുത്തച്ഛൻ പറയുന്നത്? അപ്പം ആരാ തെറ്റുകാരൻ? അത് പിന്നെ ആദർശ് തെറ്റ് ചെയ്യുകയോ തെറ്റ് ചെയ്യാതിരിക്കുകയോ, ഇപ്പം നിനക്ക് എന്താ വേണ്ടത്? അഭിക്ക് ഒരു ജോലി വേണം, അവന് ഒരു 2 ജ്വല്ലറിയുടെ ചുമതല കിട്ടണം, അതല്ലേ നിനക്ക് ഇപ്പം ചെയ്തു തരേണ്ടത്? അത് ഞാൻ ചെയ്തു തന്നോളാം. അതിപ്പം സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഉടനെ തന്നെ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകില്ല, അതിനു മുമ്പ് ഞാൻ നിനക്ക് ചെയ്തു തരാം. മോളുടെ അഭിപ്രായം ഞാൻ പരിഗണിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇത്രയും കേട്ടപ്പം നവ്യ പറഞ്ഞു, ഓക്കെ, എനിക്കത് മാത്രം കേട്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. പിന്നെ എൻ്റെ നയന, അവള് ഒരുപാട് പാവാ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആദർശേട്ടനെ വിശ്വസിച്ച് അവൾ മുന്നോട്ടേക്ക് പോകുന്നത്. അത് ആരും മുതലെടുക്കാൻ ശ്രമിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നവ്യ അങ്ങ് പോകുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് കേട്ടോ? നവ്യ ഇപ്പോഴും ആദർശിനെ അവിശ്വസിക്കുന്നുണ്ട്. ആദർശ് തന്നെയാ തെറ്റുകാരനെന്ന് അവളിപ്പോഴും കരുതുന്നത്. ഒരു കണക്കിന് അത് തന്നെയാണ് നല്ലത്. അവരുടെ ജീവിതത്തിൽ താളപ്പിഴ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എത്രമാത്രം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം സത്യം മറന്നേക്ക് പുറത്തു വരൂല്ലോ വസുന്ധരെ. അപ്പൊ പിന്നെ എന്തെങ്കിലും ആട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? നവ്യ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അവളും ഇച്ചിരി ആക്രാന്തം ഉള്ള കൂട്ടത്തിൽ തന്നെയാണ്. സ്വത്തിനോടും പണത്തോടും സ്വർണത്തിനോടും ഒക്കെ അവൾക്ക് അതനുസരിച്ചുള്ള ഒരു ഭർത്താവിനെ കിട്ടി. അതുപോലെ നയനമോൾക്കും അതനുസരിച്ചുള്ള ഒരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മോളുടെ നന്മയും അതുപോലെ തന്നെ മോളുടെ മനസ്സും ഒക്കെ തിരിച്ചറിഞ്ഞ് ദൈവം കൊടുത്തതാ അവൾക്ക് ആദർശിനെ. അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു മനസ്സറിഞ്ഞ് ജീവിക്കുന്നുണ്ടല്ലോ, നമുക്കത് മതി. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, അവൻ്റെ അഭിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നന്ദുവിനെയാണ് കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടുകാരിയുടെ കൂടെയാണല്ലോ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മറ്റേ ആ ട്രെയിൻ നടത്തുന്ന ആ ഒരു പുള്ളിക്കാരൻ വന്നിട്ട്, അതായത് ആ ട്രെയിനർ വന്നിട്ട് നമ്മുടെ നന്ദുവിനെ തന്നെ ഹരാസ്മെന്റ് ചെയ്യുകയും നന്ദുവിനോട് ഓരോന്ന് സംസാരിക്കുകയും അതുപോലെ തന്നെ നന്ദുവിനോട് ഇത്ര റൗണ്ട് കൂടുതൽ ഓടണമെന്ന് പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇങ്ങനെ റോഡിലൂടെ ഓടാൻ പോകുന്നത്. ആ ട്രെയിനേഴ്സ് മൊത്തം എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അനി അവിടെ വരികയാണ്. അപ്പം നന്ദു കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ മടുത്ത് നമ്മുടെ നന്ദു ഒരു സ്ഥലത്ത് ഇരുന്നപ്പോഴാണ് അനി പെട്ടെന്ന് അനിയുടെ ബൈക്കുമായിട്ട് വരുന്നത്. അങ്ങനെ ബൈക്ക് കണ്ടതും പെട്ടെന്ന് നമ്മുടെ നന്ദു ഞെട്ടിപ്പോയിട്ട് നന്ദു പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ദേ അനി വരുന്നു. അനിയെ കണ്ടതും പെട്ടെന്ന്, നീ എന്താ ഇവിടെ എന്നിങ്ങനെ അനിയോട് ചോദിച്ചപ്പം, അത് പിന്നെ നിന്നെ ഞാൻ ഫോൺ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? അതെന്താ നീ ഫോൺ കട്ടാക്കി വിടുന്നത്? എന്തിനെങ്കിലും ഒരു റിപ്ലൈ തരണ്ടേ? ഞാൻ എത്ര മെസ്സേജ് വിട്ടു, വോയിസ് മെസ്സേജ് വിട്ടു,
ടൈപ്പ് ചെയ്ത് വിട്ടു. അതിനൊന്നും നീ റിപ്ലൈ തരുന്നില്ല. എന്താ നിനക്ക് പറ്റിയത് നന്ദു? അതുകൊണ്ടാ ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. അയ്യോ പ്ലീസ്, ഇവിടുന്ന് പോകണം. അത് ശരിയാവില്ല. ഒരിക്കലും പുറത്തു നിന്നുള്ളവർക്ക് ഞങ്ങളെ കാണാനായിട്ടുള്ള അനുവാദമില്ല അനി. അതുകൊണ്ട് പ്ലീസ് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് ദേ നമ്മുടെ ട്രെയിനർ വരികയാണ്. ട്രെയിനർ നോക്കിയപ്പോഴത്തേക്കും നന്ദു ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരു പയ്യനോട്. ട്രെയിനർ പിടിച്ചില്ലേ, എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. അതെ, പുറത്തുനിന്ന് ആരെ കണ്ടാലും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മാത്രമല്ല നിങ്ങളുടെ ട്രെയിനിങ് പീരീഡായത്. ഇവിടുന്ന് പുറത്തു നിന്നല്ല, പുറത്തുനിന്ന് വേറൊരാൾ വന്നാൽ പോലും, ഈ ഈച്ച വന്നാൽ പോലും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദേ മര്യാദയ്ക്ക് വിട്ടുപൊക്കോ, ദേ ഓടിക്കോ 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 എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിനെ അവിടുന്ന് പറഞ്ഞു വിടുക. ഈ ഒരു സമയത്ത് ആ ട്രെയിനർ ചോദിക്കുന്നുണ്ടല്ലോ, നിന്റെ പേരെന്താണെന്ന്. അപ്പം അനി പറയുന്നുണ്ട്, അനി എന്നാണെന്ന് പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ ട്രെയിനറും അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉടനെ തന്നെ അനാമികയുടെയും വേണുവിൻ്റെയും ചെവിയിൽ ഇത് എത്തും. കാരണം ഈ ട്രെയിനർ വിളിച്ചു പറയുമല്ലോ, അനി എന്ന് പറയുന്ന ഒരുത്തൻ നന്ദുവിനെ കാണാൻ വന്നായിരുന്നത്. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പുതിയ കഥ ഇന്ന് വരുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം അല്ലേ. അപ്പോൾ ആ കഥ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചാനലിലാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ ഇന്ന് ഒരു ഉച്ചയ്ക്കൊക്കെയോ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാട്ടോ. നമ്മളൊരു ചാനലിൽ നമുക്ക് 3 ചാനലുണ്ട്, റിയൽ സ്റ്റോറി ന്യൂവും പിന്നെ നമ്മുടെ ഈ ചാനലും ജിൽ ചിന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ജിൽ ചിന്നിൽ ഞാൻ ചെയ്യില്ല കേട്ടോ. നമ്മൾ ഈ ഒരു 2 കഥ ചെയ്യുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് റിയൽ സ്റ്റോറി ന്യൂവിലോ റിയൽ സ്റ്റോറിയിലോ നമ്മൾ പുതിയ കഥ ചെയ്യുന്നതായിരിക്കും. ഇന്ന് മുതൽ ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി കഥയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ ജോയ്സിയുടെ ഇതാണ് കഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കേണ്ട, എല്ലാവരും കണ്ടോളൂ. അടിപൊളി കഥ തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ കഥയാണ്, അമ്മയുടെ സ്നേഹമൊന്നും കിട്ടാത്ത ഒരു പെൺകുട്ടിയുടെ കഥ. എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാതെ പോയൊരു പെൺകുട്ടിയുടെ കഥ. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാട്ടോ ഏത് ചാനലിലാണ് കഥ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.